ഹായ് അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് രാവിലത്തെ ഉച്ചക്കത്തും കൂടിയൊരു വിശേഷമാണ്. രാവിലെ തന്നെ പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ വാട്ടിയത് ചിക്കൻ കറിക്കെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കന് ഫ്രിഡ്ജിൽ നിന്ന് രാവിലെ എടുത്ത് വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. അപ്പോൾ ഭയങ്കര കട്ടിയായിരുന്നത്. കട്ടിയായിട്ട് എടുക്കാൻ കിട്ടായിട്ട് എങ്ങനെയല്ലോ കടിച്ച് പറിച്ച് കുറച്ച് അതിലേക്ക് ഇട്ട്. അതുകൊണ്ട് ഫുള്ള് ചിക്കനൊന്നും എടുത്തില്ല, കുറച്ചാണ് കിട്ടിയത്. അങ്ങനെ അതിട്ടിട്ട് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, മറ്റേ പെപ്പർ പൗഡർ, ജീരകമെല്ലാം ഇട്ട് റെഡിയാക്കി. അപ്പോൾ അതാ പത്തിരിന് ഇവിടെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പത്തിരി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ചെടുത്ത് അതിനെ ഉണ്ടാക്കി നമ്മളിങ്ങനെ ഷേപ്പാക്കി ബോളൊന്നും പിടിക്കില്ല. ഒന്നാകെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാൽ എങ്ങനെയായാലും അത് പരത്തി വരുമ്പോൾ നമുക്ക് നല്ല റൗണ്ട് പത്തിരി കിട്ടും. അങ്ങനെ ചായ ഒക്കെ കുടിക്കാനായി പത്തിരിയും ചിക്കൻ കറിയും വാവും. അങ്ങനെ പിന്നെ അടുത്ത പണി ഗുളിക കുടിക്കുക, അങ്ങനത്തെ പണികളാണ്. ക്ലീനിങ് ഇതൊക്കെയാണ്. അപ്പോൾ അതാ ഇത് മത്തൻ്റെ വിത്താണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ പ്രധാനപ്പെട്ട പണി പാത്രം കഴുകലാണ്. പാത്രം കഴുകി എല്ലാവർക്കും ഒരു മടുപ്പായിക്കൂലേ. മാത്രം നമ്മൾ ആസ്വദിച്ച് പാത്രം കഴുകുകയാണെങ്കിൽ അത് നല്ലൊരു സുഖമാണ്. മനസ്സ് നല്ലൊരു റിലാക്സ് ആകുന്നൊരു പണിയാണ് പാത്രം കഴുകുന്നത്. പിന്നെ അത് ടേബിളെല്ലാം ഒന്ന് തോർത്തി, പിന്നെ അത് കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് വിരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ചോറ് കുറച്ച് ബാക്കിയുള്ളത് അതിനൊന്ന് തിളപ്പിച്ച് വറുത്ത്, പിന്നെ ഇനി ഉച്ചക്കേക്കുള്ളതാണ്. അത് ക്യാരറ്റ് ഉണ്ടായിരുന്നു, അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് അത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോറ് മതിയാവില്ലാന്ന് തോന്നിയിട്ട് കുറച്ച് നെയ്ച്ചോറും വെക്കണം. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ വിശേഷമാണ് ഇതൊക്കെ. ഇപ്പം ചോറായി, കറിയായി, ഉപ്പേരിയായി, നമ്മളെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ നമ്മളില്ലേ വേഗം നല്ലൊരു ഇൻട്രസ്റ്റിൽ പണിയെടുത്താൽ നമ്മളെ പണി പെട്ടെന്ന് തീർന്നു. നമ്മൾ കുറേ സമയം ബാക്കി കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെല്ലോ ചെയ്ത് തീർക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് രാവിലെ അങ്ങനെ ചെയ്ത് നോക്കി. പിന്നെ അപ്പോൾ നമുക്ക് മനസ്സിനും നല്ലൊരു സുഖമാണ്. എല്ലാ പണിയും കഴിഞ്ഞ് വെറുതെ ഇരിക്കുക, അപ്പോൾ വണ്ടി എടുത്ത് പോവാം. അങ്ങനെ അതാ ഇപ്പം നെയ്ച്ചോറൊക്കെയാണ്. നെയ്ച്ചോറ് എന്ന് പറഞ്ഞാൽ വലിയ ആഡംബര നെയ്ച്ചോറൊന്നുമല്ല, ജസ്റ്റ് കുറച്ചൊരു നെയ്യ് ഒഴിച്ച് 2 മസാല ഇട്ടിട്ട് അരി ഇട്ട് വെക്കുന്ന ഒരു നെയ്ച്ചോറാണ്. മക്കൾക്കുള്ളൊരു സിമ്പിൾ നെയ്ച്ചോറ്. ആ ക്യാരറ്റും എല്ലാം റെഡിയായി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ.